1993 വിഷു കാലം. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ആ ഒരു വിഷുവിന് തിയേറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൂപ്പർ താരങ്ങൾ തമ്മിൽ മത്സരിച്ച ഒരു വളരെ എന്താ പറയുക ആഘോഷപൂർവ്വം പ്രേക്ഷകർ കൊണ്ടാടിയ ഒരു വിഷു കാലമായിരുന്നു. അപ്പോൾ ആ വിഷു കാലത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു ആഴ്ച ഒരു മോഹൻലാൽ സിനിമ റെഗുലറായിട്ട് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നു. അത് 1990 മുതൽ അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ശീലം. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സിബി മലയിൽ മോഹൻലാൽ ലോഹിദാസ് കൂട്ടിയിട്ടുള്ള സിനിമകളായിരുന്നു 90, 91, 92 റിലീസായിരുന്നത്. അത് മോഹൻലാലിൻ്റെ ഈ പ്രണവം ആർട്സും അവരൊക്കെ തിയേറ്ററൊക്കെയായിട്ടുള്ള ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെയാണ്. 93 അങ്ങനെ മാർച്ച് അവസാനം തിയേറ്ററിൽ ഇറങ്ങിയത് വളരെ പ്രതീക്ഷകളോടുകൂടി തിയേറ്ററിൽ ഇറങ്ങിയ പ്രിയദർശൻ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടിട്ട സിനിമയായിരുന്നു മിഥുനൻ. അപ്പോൾ പ്രിയദർശനും മോഹൻലാലും ഒരുപാട് ഹിറ്റുകളുണ്ട്, ഇടയ്ക്ക് കുറച്ച് ഫ്ലോപ്പുകളൊക്കെ കിട്ടും. പക്ഷേ ഈ 93 എന്ന് പറയുന്നൊരു വർഷം അവരതിന് മുമ്പ് നമുക്കറിയാം കിൽക്കോം, അതിനുശേഷം 92 അഭിമന്യു, പിന്നെ 91 തന്നെ അഭിമന്യു, പിന്നെ അദ്വൈതം, പല സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 90 മിഥുനം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയായിരുന്നു റിലീസായിരുന്നത്. അതിൻ്റെ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. മാർച്ച് 25 ആ ഒരു സിനിമ റിലീസായിരുന്നു എന്നാണ്. അതെ, മാർച്ച് 25 അവസാനത്തെ ആ ഒരു ആഴ്ച. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഏപ്രിൽ വിഷുവിനോടനുബന്ധിച്ച്, അതായത് 2 ആഴ്ചത്തേക്ക് ഒരു ഗ്യാപ്പിൽ റിലീസായ 2 സിനിമകളാണ് ആ ഒരു വിഷുവിൻ്റെ ആ ഒരു തലേദിവസമൊക്കെ ആയിട്ട് റിലീസായത്. മോഹൻലാലിൻ്റെ തന്നെ ദേവാസുരം, അതുപോലെ മമ്മൂട്ടിയുടെ വാത്സല്യം. അപ്പോൾ ദേവാസുരം ഐ വി ശശി മോഹൻലാൽ, എനിക്കൊന്ന് ഒരു ബ്രേക്കിന് ശേഷമാണ് ഐ വി ശശി മോഹൻലാൽ ഒന്നിച്ചിട്ടുള്ളത്. അവർ കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു. രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അതിനു മുമ്പ് രഞ്ജിത്ത് അങ്ങനെ ഒരു വലിയൊരു കമേഴ്ഷ്യൽ റൈറ്റർ അല്ല. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ പോലത്തെ കോമഡി സിനിമകളും, പിന്നെ നീലഗിരി എന്ന് പറഞ്ഞ ഐ വി ശശിയുടെ തന്നെ മമ്മൂട്ടി സിനിമ ചെയ്തു. പക്ഷെ അതങ്ങനെ വലിയ വിജയമൊന്നും അല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ദേവാസുരം എന്ന് പറഞ്ഞ ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പുറത്ത് വാത്സല്യം ആണെങ്കിൽ ലോഹിദാസ് എന്തൊരു ടോപ്പ് റൈറ്റർ തന്നെയാണ്. ലോഹിദാസ് മമ്മൂട്ടി ഒന്നിക്കുന്ന സിനിമ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അതും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് തിയേറ്ററിലേക്ക് എത്തിയത്. അപ്പോൾ ഈ 2 സിനിമകളെ കുറിച്ച് മമ്മൂട്ടിനെ പിന്നീട് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. വാത്സല്യവും ദേവാസുരവും ഒക്കെ ഒരേ സമയത്താണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ കൊച്ചിൻ ഹനീഫ ഈ പറയുന്ന ദേവാസുരത്തിൽ അഭിനയിക്കുന്നു. വാത്സല്യത്തിൻ്റെ സംവിധായകൻ കൊച്ചിൻ ഹനീഫയാണ്. അപ്പോൾ കൊച്ചിൻ ഹനീഫ ആ ലൊക്കേഷനിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ മമ്മൂട്ടി മോഹൻലാലും തമ്മിലൊരു കവിതകൾ എഴുതുക, അതിനൊരു മറുപടി കത്ത് രൂപത്തിൽ കവിത എഴുതലും അവർ തമ്മിലുള്ളൊരു സൗഹൃദത്തെക്കുറിച്ചൊക്കെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സിനിമ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ദേവാസുരത്തിലെയും വാത്സല്യത്തിലെയും മമ്മൂട്ടിയുടെ ലുക്കൊക്കെ വെച്ചിട്ട് അവർ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ. ആ സമയത്ത് ആരോ ഒരാൾ ഏതൊരു ലൊക്കേഷനിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കാം. അങ്ങനെ ഈ 3 സിനിമകൾ ഇറങ്ങുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിഷുവിന് തിയേറ്ററിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമകളുണ്ട്. അതിലൊരു 2 സിനിമ ആ ഏപ്രിൽ അവസാനമായപ്പോൾ, ഏപ്രിൽ ലാസ്റ്റ് വീക്ക്, 3rd വീക്കോ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സിനിമയായിരുന്നു ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യം എന്ന് പറയുന്ന സിനിമ. പിന്നെ മറ്റൊരു സിനിമ ജയരാജ് സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയും ജയറാമൊക്കെ അഭിനയിച്ച പൈതൃകം. അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനമായിട്ടും ആ ഒരു എന്താ പറയുക ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഒരു വിഷു സീസണോടനുബന്ധിച്ചിട്ട് അന്ന് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിൽ തന്നെ ഇപ്പോൾ ഈ സിനിമകളൊക്കെ റിലീസായപ്പോൾ തന്നെ തിയേറ്ററുകളിൽ വേറെയും കുറച്ച് സിനിമകൾ അന്ന് എന്താ പറയുക ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കൂടുതലും B ക്ലാസ് C ക്ലാസ് സെൻറ്റേഴ്സിലേക്കായിരുന്നു. അതിലൊന്ന് ആകാശദൂതായിരുന്നു. അത് ആ ഒരു വർഷം 93 തുടക്കം, എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി ആ സമയത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു ആകാശദൂത്. ആകാശദൂത് ഇറങ്ങി പയ്യെ അങ്ങ് ഒരു സ്ലീപ്പർ ഹിറ്റ് പോലെ പിന്നെ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അതന്ന് ഈ പറയുന്ന പോലെ ഏപ്രിൽ മാസത്തിൽ തിയേറ്ററുകളിൽ അന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് GS വിജയൻ സംവിധാനം ചെയ്ത സുധീഷും ശ്രീനിവാസനും ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിച്ച മോണിഷയുടെ ലാസ്റ്റ് സിനിമയായിരുന്നു. ആ ഒരു സിനിമ ഇതേപോലെ തന്നെ എനിക്കോട് മോണിഷയുടെ അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് മോണിഷ മരിക്കുന്നത്. മോണിഷ അതിൽ അഭിനയിച്ച് കഴിഞ്ഞു, അതോ കുറച്ച് സീൻസ് എന്തോ ബാക്കി. പക്ഷേ ആ ഒരു സിനിമ നമ്മളിന്ന് കാണുമ്പോൾ മനസ്സിലാവും, അതിൻ്റെ ഒരു എൻഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മോണിഷ ഇല്ലാതെ അവരത് തീർത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആ സിനിമ ഇതേപോലെ തന്നെ ആ ഫെബ്രുവരി മാസം അത് റിലീസായിട്ടുണ്ടായിരുന്നത്. അതും അന്ന് കുറച്ച് സെൻറ്റേഴ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതങ്ങനെ ഭയങ്കര സൂപ്പർ ഹിറ്റൊന്നുമല്ല ചെപ്പടി വിദ്യ, എങ്കിലും അത് കുറച്ച് സെൻറ്റേഴ്സിലൊക്കെ അന്ന് ആ സിനിമ C ക്ലാസ് സെൻറ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് അന്ന് ആ ഒരു ഏപ്രിൽ മാസം തിയേറ്ററിലുണ്ടായിരുന്നത്. ഇതിൽ ഏതൊക്കെ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പറയേണ്ടത് ദേവാസുരവും പിന്നെ വാത്സല്യവും തന്നെയാണ്. അത് 2ഉം സൂപ്പർ ഹിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ ദേവാസുരം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം അന്ന് ദേവാസുരത്തെക്കുറിച്ചൊക്കെ പിന്നീട് അതിൻ്റെ പ്രൊഡ്യൂസർ VBK മേനോനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അതിൻ്റെ ഒരു ഇറക്കി മുടക്കിയ ഒരു ബഡ്ജറ്റിനെക്കാട്ടൊക്കെ എത്രയോ കളക്ട് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് 60 ലക്ഷം എന്തായിരുന്നു അന്ന് സിനിമയുടെ ഒരു ബഡ്ജറ്റ്. അന്ന് തന്നെ അത് കോടികൾ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത്
പറഞ്ഞ അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഒക്കെ വളരെ നിസ്സാര പൈസക്കൊക്കെ കൊടുത്തിട്ട് പിന്നീട് ആ സാറ്റലൈറ്റ് ടി വിയിൽ ആ സിനിമ ടെലികാസ്റ്റ് ചെയ്ത് ചാനലുകാരൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. വാത്സല്യവും ഭയങ്കര ഹിറ്റായിരുന്നു. ഈ പറഞ്ഞ മേലയിടത്തനാകുമെന്നായാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ 2 സിനിമ എടുത്ത് തന്നെ ദേവാസുരവും വാത്സല്യവും രണ്ടിലും മമ്മൂട്ടിനെ മോഹൻലാൽ അല്ലാതെ നമുക്ക് വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് നമുക്ക് മമ്മൂട്ടി അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. മോഹൻലാൽ അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പുറത്ത് അതുപോലെ തന്നെയാണ് മേലയിടത്ത് രാഘവെന്നായാലും. പക്ഷേ ഇതിൽ ആദ്യം റിലീസായ മിഥുനം എന്നുള്ള സിനിമ അന്ന് വലിയ വിജയമല്ലായിരുന്നു. അത് എന്താണോ കാരണം ഇന്ന് നമ്മൾ നോക്കി അറിയില്ല. കാരണം ഇന്ന് നമ്മൾ കാണുമ്പോൾ റിപ്പീറ്റായിട്ട് കാണുന്നത് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. അതിലെ പാട്ടായാലും അതിലെ കോമഡി സീൻസ് ആയാലും അതിലെ സിറ്റുവേഷൻസ് ഒരുപാട്. പക്ഷെ അന്ന് ആ സിനിമ അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പിന്നെ അന്ന് മോഹൻലാൽ അത് കഴിഞ്ഞ് അപ്പം തന്നെ ദേവാസുരം വന്നതുകൊണ്ട് അത് ഓക്കെ. പിന്നെ അമ്മയാണ് സത്യവും പൈതൃകവും. ഇതിൽ അമ്മയാണ് സത്യവും ബാലചന്ദ്രമേനോൻ്റെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതിന് ബാലചന്ദ്രമേനോന് ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആനി എന്ന് പറഞ്ഞ പുതിയ നായിക കൊണ്ടുവരുന്നു. മുകേഷ് എന്ന അത്യാവശ്യം താരമൂല്യമുണ്ട്. പിന്നെ ജഗദീഷ് ശ്രീകുമാറും ഗണേഷ് ഒരുപാട് പേരുണ്ട്. ആ ഒരു സിനിമയിൽ തരക്കേടില്ലാത്തൊരു വിജയം അന്ന് തിയേറ്ററിൽ നേടിയിരുന്നു. അതൊരു എന്താ പറയുക, അതൊരു ഫ്ലോപ്പ് ഒന്നുമില്ല, അത്യാവശ്യം. പിന്നെ ഇവരുടെയൊക്കെ ഒപ്പം ഈ വലിയ സിനിമകളുടെ കൂടെയൊക്കെ ഒപ്പം ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പൈതൃകം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അന്ന് അങ്ങനെ വലിയ വിജയമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നീട് ആ ഒരു സിനിമയെക്കുറിച്ചൊക്കെ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. എങ്കിലും അതൊരു അന്നും ഈ പറഞ്ഞ പോലെ ബി ക്ലാസ് സി ക്ലാസ്സിലൊക്കെ ഓടുന്നുണ്ട്. എ സെൻറ്റേഴ്സിൽ പരാജയപ്പെട്ട സിനിമ ബിയിലും സിയിലൊക്കെ ഓടുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക വിജയം തന്നെയായിരുന്നു പൈതൃകം എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അന്ന് വിഷു വിന്നർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദേവാസുരവും വാത്സല്യവും രണ്ടും ഒരുപോലെ തന്നെ എന്ന് പറയേണ്ടി വരും. ഇനി ഇത് കഴിഞ്ഞ് മെയ് സീസൺ, നമ്മളിപ്പോൾ ഒരു ഏപ്രിൽ മാസം പറയുമ്പോൾ എന്തായാലും മെയ്യും പറയണം, കാരണം സമ്മർ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ വിഷുവിൻ്റെ ഈ ഒരു 5-6 സിനിമകളുടെയൊക്കെ ഒരു ഓളമൊക്കെ കഴിഞ്ഞ് മെയ് എത്തിക്കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് വീണ്ടും ഒരു റിലീസ് കിട്ടി. അതായിരുന്നു ജാക്ക് പോട്ട്. അത് ജോമോൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമ. സാമ്രാജ്യവും അനശ്വരമൊക്കെ കഴിഞ്ഞിട്ട് മമ്മൂട്ടി വെച്ച് ചെയ്യുന്ന ജാക്ക് പോട്ട്. അത് അന്ന് മലയാളത്തിലൊരു ഫ്രഷ് ഒരു തീം തന്നെയായിരുന്നു. ഈ ഒരു കുതിരപ്പന്തയവും കാര്യങ്ങളും, പിന്നെ നല്ല ഇളയരാജയുടെ സോങ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. ജാക്ക് പോട്ട് ആ ഒരു മെയ് സീസണിൽ ഇറങ്ങി. പിന്നെ സുരേഷ് ഗോപിക്ക് 2 സിനിമ ആ മെയ് സീസണിലുണ്ടായിരുന്നു. അതിലൊന്ന് സുരേഷ് ഗോപിനെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിച്ച ഏകലവ്യനും, പിന്നൊന്ന് സിറ്റി പോലീസും. സിറ്റി പോലീസ് അന്ന് വലിയൊരു വിജയം നല്ലായിരുന്നു. അതങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സിനിമയായിരുന്നു. പക്ഷേ അപ്പുറത്ത് ഏകലവ്യൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം മമ്മൂട്ടി വെച്ച് പ്ലാൻ ചെയ്തു, പിന്നീട് സുരേഷ് ഗോപിയിലേക്ക് എത്തി. എന്തായാലും സുരേഷ് ഗോപിക്ക് ഒരു സ്റ്റാർഡം കിട്ടിയ ഒരു സിനിമ അത് ഈ പറഞ്ഞ 93 മെയ്യിൽ റിലീസായ ഒരു സിനിമയായിരുന്നു. പിന്നെ തിയേറ്ററിൽ വന്ന 2 സിനിമകളായിരുന്നു സ്ത്രീധനവും അതുപോലെ തന്നെ ഗസലും. സ്ത്രീധനം അന്ന് മലയാള മനോരമയിലോ നോവൽ ആയിട്ട് വന്നതാണ്. ജഗദീഷിൻ്റെ ഒരു നായക നിരയിൽ, ജഗദീഷ് അന്ന് നായകനായിട്ട് സിനിമകളൊക്കെ അത്യാവശ്യം ഹിറ്റാകുന്ന സമയമാണ്. അതും ഭയങ്കര ഒരു ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. ഗസൽ നല്ലൊരു സിനിമയായിരുന്നു. കമൽ ടീറസ കൂട്ടുകെട്ടിൽ നല്ല പാട്ടുകളായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കമൽ ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ അന്ന് ഗസൽ തിയേറ്ററിൽ പരാജയമായിരുന്നു. അതിൻ്റെ ഒരു പരാജയം പിന്നീട് ഒരു ബ്രേക്ക് എടുത്തിരുന്നു കമൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് 94 കമൽ സിനിമ ചെയ്തില്ല. പിന്നെ 95 മഴയത്ത് മുമ്പേ ആയിട്ടാണ് കമൽ തിരിച്ചു വന്നത്. പിന്നെ മറ്റൊരു സിനിമ മെയ് മാസം റിലീസായിരുന്നത് ബാബു ആൻ്റണിയുടെ ഗാന്ധാരി. അതിൽ ബാബു ആൻ്റണിയും സൈനുദ്ദീനും ഒക്കെ അഭിനയിച്ച, അതിൽ മാധവിയാണ് ശരിക്കും ഒരു സെൻട്രൽ ക്യാരക്ടർ. മാധവിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു വന്നത്. മാധവി ഒരു ബ്രേക്കിന് ശേഷം അഭിനയിച്ച സിനിമയായിരുന്നു. ഗാന്ധാരിയും അന്ന് തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കൊന്ന് ബാബുവിൻ്റെ ഒക്കെ ഒരു സ്റ്റാർഡം തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഉണ്ട് അതിന് ആ സമയത്ത്. പിന്നെ ഗാന്ധാരി, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതും ഈ ഗാന്ധാരിയും ആ ഒരു വെക്കേഷൻ സീസണിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം ഹിറ്റായ സിനിമയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഏപ്രിൽ മെയ് മാസം എത്ര സിനിമകൾ, എത്ര ഹിറ്റുകൾ നോക്കണം. ഇന്ന് നമുക്ക് അതുപോലെ ഒരു ഹിറ്റുകൾ കിട്ടുന്നില്ല. സിനിമകളുടെ എണ്ണം ഇന്ന് അതിനെക്കാട്ടും കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് ഹിറ്റുകളൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനിമകളെല്ലാം നിങ്ങൾ പലരും തിയേറ്ററിൽ പോയി കണ്ടതായിരിക്കും. അപ്പോൾ അന്ന് കണ്ട സിനിമകളുടെ ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം.